കിലോ ശർക്കരയ്ക്ക് മിനിമം 60 രൂപ വരും പ്രൊഡക്ഷൻ കോസ്റ്റ്. മാർക്കറ്റിൽ അതിലും കുറവ് വിലയ്ക്ക് ശർക്കര കിട്ടുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ചുക്കും ജീരകവും ചേർത്താണ് 200 രൂപയും. നാടൻ ശർക്കര എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? വായോ. ഞങ്ങൾ ചെന്നിരിക്കുന്നത് മറയൂരിലോട്ടാണ്. തുറന്നിടുന്നത് തന്നെ കുറേ കരിമ്പോടെ കിടപ്പുണ്ടായിരുന്നു. ഈ കരിമ്പിനൊക്കെ ഇത് തൊട്ടിവിടെ തന്നെ കുറേ അവർ കൃഷി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന കരിമ്പ് തന്നെയാണ്. അപ്പോൾ ഈ കരിമ്പ് എടുത്തിട്ട് നേരെ ഒരു മെഷീനിലോട്ടാണ് ഇടുന്നത്. നമുക്ക് 2 മെഷീൻ അവിടെ കാണാം. ഒന്ന് മാനുവലാണ്, അത് പഴയ മെഷീനാണ്, ഇങ്ങനെ തിരിച്ചുണ്ടാക്കുന്ന മെഷീൻ. ഇപ്പോൾ ഉള്ളത് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വന്ന ഒരു മെഷീനാണ്, ഓട്ടോമാറ്റിക് മെഷീനാണ്. അപ്പോൾ ഇങ്ങനെ അതിലോട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ജ്യൂസ് സെപ്പറേറ്റ് ആയിട്ടും ഇതിൻ്റെ വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് കാണാം. അത് വേർതിരിച്ചായിരിക്കും വരുന്നത്. അപ്പം നെക്സ്റ്റ് ഈ ജ്യൂസ് എങ്ങോട്ടാണ് നേരെ ഇതേ ഒരു പ്രൊസീജിയറിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് ഈ കാണുന്ന വേസ്റ്റ് ഇവർ കളയൊന്നും ചെയ്യില്ല. ഇത് തന്നെയാണ് അടുപ്പ് കത്തിക്കാൻ വേണ്ടി അവർ റീയൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗ്യാസോ അതൊന്നും ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ വേസ്റ്റ് തന്നെയാണ് ഈ ചേമ്പറിൽ കൂടി പോയിട്ട് ഇത് കത്തിക്കുന്നത്. നെക്സ്റ്റാണ് ഇതിൻ്റെ മെയിൻ പ്രൊസീജിയർ വരുന്നത്. മിക്കവാറും ഒരു 5 to 6 hours ആണെങ്കിലും ഇത് എടുക്കുന്നതാണ്. ഇത് നല്ലപോലെ വറ്റിച്ചെടുക്കും. ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ്ലി പോകണം. എന്നിട്ടാണ് നമുക്ക് ശർക്കര ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഇങ്ങനെ നമ്മൾ കുറുക്കി നല്ലപോലെ ഇത് കുറുകി വരുമ്പോൾ നല്ല കട്ടിയാവുമ്പോഴായിരിക്കും ഇത് നിർത്തുന്നത്. എന്നിട്ട് നെക്സ്റ്റ് അതൊരു ട്രെയിലോട്ട് അവർ കമത്തുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാത്രം നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോഴൊന്നും ചൂടില്ല. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ഒരു മെറ്റീരിയലാണ് അവർ ഈ ഉണ്ടാക്കുന്ന പാത്രം. അപ്പോൾ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഇതിന് ഹീറ്റ് റെസിസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് അതങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടിയിൽ നല്ല ചൂടുണ്ടാകും, പക്ഷേ സൈഡിൽ നമ്മൾ പിടിക്കുമ്പോഴൊന്നും ഇതിന് ചൂട് ഇത് നല്ല സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ രാവിലെ തന്നെ ഇവർ ഓൾറെഡി ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ അടുത്ത ട്രിപ്പാണ് ഈ കളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ ട്രെയിലോട്ട് വയ്ക്കുമ്പോഴത്തേക്കും സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തില്ല. ഇത് ഈ ട്രെയിലോട്ട് ഇട്ടിട്ട് പിന്നെ ഉരുള പിടിക്കും. അതുപോലെ തന്നെ ഇവിടെ മിഠായും അതൊക്കെ ഇവർ വേറെ സാധനങ്ങൾ ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് സെയിലും ചെയ്യുന്നുണ്ട് അവിടെ ഒരു സ്റ്റോറിൽ. എങ്ങനെയുണ്ട് ഫ്രഷ് ജ്യൂസ്? നല്ല മധുരം ഉണ്ട് കേട്ടോ. ആണോ? ഓ, അതെ. ഈ കളർ കണ്ടോ? നമ്മൾ 100 കിലോ കരിമ്പിന്ന് 60 ലിറ്റർ ജ്യൂസേ കിട്ടുള്ളൂ. അതിനകത്ത് നിന്ന് വറ്റിച്ചെടുത്ത് 9 കിലോ ശർക്കര കിട്ടുള്ളൂ. അപ്പോൾ തന്നെ 1 കിലോ ശർക്കരയ്ക്ക് മിനിമം 60 രൂപ വരും പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് എങ്ങനെയാണ് അപ്പോഴത്തേക്കും ഈ 1 കിലോ ശർക്കരയ്ക്ക് 40 രൂപയ്ക്ക് അല്ലെങ്കിൽ 30 രൂപയ്ക്ക് എല്ലാം മാർക്കറ്റിൽ കിട്ടുന്നതാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതാണ് അതിനകത്ത്. അപ്പോൾ വില കുറവ് കിട്ടുമ്പോൾ അതിനർത്ഥം അതിനകത്ത് എന്തെങ്കിലും സംതിങ് ഉണ്ടെന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ അവർ ഈ കരിമ്പിൻ്റെ ജ്യൂസ് കിട്ടുമ്പോഴത്തേക്ക് ഒരു 60% ജ്യൂസ് കിട്ടുള്ളൂ. 60% ജ്യൂസിനെ കുറുക്കി വരുമ്പോഴത്തേക്കും ഒരു 100 ലിറ്റർ കുറുക്കുകയാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 60 ലിറ്റർ ജ്യൂസ് കുറുക്കി കഴിഞ്ഞാൽ നമുക്കൊരു 9 കിലോ ശർക്കര കിട്ടുള്ളൂ. അപ്പോൾ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു 60 രൂപയ്ക്ക് മേലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അതിലും കുറവ് വിലയ്ക്ക് ശർക്കര കിട്ടുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ അവർ ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ചുക്കും ജീരകവും ചേർത്താണ് 200 രൂപയും. നോർമലാണെന്നുണ്ടെങ്കിൽ 150 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. പ്രൈസ് ഉണ്ട്, പക്ഷേ അതിന് അനുസരിച്ച് സംഭവം ഒറിജിനലാണ്. ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ജ്യൂസ് 60 ലിറ്റർ ജ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അതിന് 9 കിലോ ശർക്കര നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ജ്യൂസിന് കൂടുതൽ ശർക്കര കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുമ്മയോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കിട്ടുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ വെക്കുമ്പോഴത്തേക്കും കൂടുതൽ ക്വാണ്ടിറ്റി ശർക്കര കിട്ടും. അതായത് 60 ലിറ്റർ ജ്യൂസിൽ നിന്ന് 9 കിലോ കിട്ടുന്നതിനേക്കാളും കൂടുതൽ 20-25 കിലോ കിട്ടും. അപ്പോൾ അവർക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് പ്യൂറാണ്, നമുക്ക് വിശ്വസിച്ച് മേടിക്കും, പിള്ളേർക്കെല്ലാം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഇവരുടെ ഫാക്ടറിയുടെ പേരെന്ന് പറയുന്നത് മറയൂർ കർഷക ശർക്കര എന്നാണ് ഇവരുടെ ഫാക്ടറിയുടെ പേര്. പിന്നെ ഇവരുടെ പ്രൊഡക്ഷൻ ജസ്റ്റ് ഗോസ് ടു ലുലു മാൾ. അതെ, ലുലു മാളിലൊക്കെ ഇവരുടെ പ്രൊഡക്റ്റ് വെക്കുന്നുണ്ട്. ഇത് സ്ഥലം പറയുകയാണെന്നുണ്ടെങ്കിൽ മറയൂർ PO ഇടുക്കി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗൂഗിളിലൊക്കെ അടിച്ചാൽ കിട്ടും. മറയൂർ കർഷകൻ സ്റ്റോർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ശർക്കര മേടിക്കാം. മറയൂരൊക്കെ ചിലപ്പോൾ 80 രൂപയ്ക്കൊക്കെ ശർക്കര കിട്ടുന്നുണ്ടാവും. പക്ഷേ ഇതെന്ന് വെച്ചാൽ പ്യൂറാണ്, ജസ്റ്റ് റൈറ്റ്. അപ്പോൾ ഇവരിഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.